ഞങ്ങളുടെ ഒരു 4 ജനറേഷൻ മുമ്പേ നമ്മുടെ കേരളത്തിൽ കരിയർ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കരിയർ ഉണ്ടായിരുന്നുള്ളൂ, അതായത് കൃഷി, അല്ലേ? കേരളത്തിൽ നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോലികൾ ചെയ്തിരുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുണ്ട്, അല്ലേ? അപ്പോൾ അന്ന് ഉള്ള കുട്ടികൾക്കൊന്നും വേറെ കരിയറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കൃഷി തന്നെയാണ് നമ്മുടെ ഉപജീവന മാർഗം, കരിയർ കൃഷി തന്നെയാണ്. അത് കഴിഞ്ഞ് തൊട്ട് മുമ്പുള്ള മൂന്നാമത്തെ ജനറേഷൻ വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഗൾഫിലേക്ക് പോകുന്ന ഒരു കരിയറായിട്ട് വന്നു. കുറേ പേര് ഗൾഫിൽ പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, വരുന്നു. അപ്പം എല്ലാവർക്കും അവരുടെ മക്കളെ ഒരു +2 കഴിയുമ്പോഴത്തേക്കും ഗൾഫിലേക്ക് വിടുക എന്നുള്ള ഒരു കാര്യമായി. അത് കഴിഞ്ഞ് വരുന്ന ജനറേഷൻ, അതായത് നിങ്ങളുടെ പാരൻസ്, അതായത് ഞങ്ങളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു തലമുറ എന്ന് പറയുന്നത് സർക്കാർ ജോലി ആണ് ഭയങ്കരം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ജോലിയിലേക്ക് പോകുന്ന ഒരു കരിയർ. ആകെ ഒരു 4 സംഭവങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഡോക്ടർ, രണ്ടാമത്തേത് എൻജിനീയർ, ഒന്നിലെ വക്കീൽ, അല്ലെങ്കിൽ ടീച്ചർ. ഈ 4 കരിയർ മാത്രമേ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല, വേറെ നമുക്ക് ഒരു കാര്യങ്ങളും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ ഞങ്ങളൊക്കെ വിചാരിക്കും, നിങ്ങളൊക്കെ എന്തൊരു ഭാഗ്യവാന്മാരാണ്, ഇഷ്ടം പോലെ കരിയറുകളാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ലേ, അതെവിടെയോ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമ്പം നിങ്ങൾക്കതിനെ പറ്റിയൊരു വിലയില്ലാത്തൊരു ഒരു ചിന്ത പോകുന്നുണ്ടോ? അതോ ഇനി കോവിഡിന് ശേഷം നിങ്ങളുടെ തലയെല്ലാം കൂടെ മന്ദതയായതാണോ എന്നൊക്കെ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഇതിൽ നിന്നും കൂടി ആയിരിക്കാം ഇങ്ങനെയൊരു കരിയർ കോഷ്യന്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്.